ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വസുന്ധരയെ ചന്ദ്രയെ ഭീഷണിപ്പെടുത്തിയ ശേഷം വസുന്ധര പിന്നെ അവിടുന്ന് അങ്ങ് പോവാണ്. അങ്ങനെ ചന്ദ്ര തീരുമാനമെടുക്കാണ്, ഞാൻ എൻ്റെ മകൾ നിധിയെ കഷ്ടപ്പെടുത്താൻ വേണ്ടി വസുന്ധര പറഞ്ഞ പോലെ ഗൗതമിൻ്റെ വീട്ടിലേക്ക് പോവില്ല എന്നുള്ള തീരുമാനം. അങ്ങനെ പാറുവും നിധിയും സംസാരിക്കുന്നത് ചന്ദ്ര അങ്ങ് മറഞ്ഞു നിന്ന് കാണാൻ കേട്ടോ. എന്നിട്ട് കരഞ്ഞുകൊണ്ട് തന്നെയാണ് കാണുന്നത്. എൻ്റെ മകൾ ചെറുപ്പം മുതലേ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇനി കല്യാണം കഴിഞ്ഞ് ആ വീട്ടിലെങ്കിലും എൻ്റെ മകൾക്ക് ഒരു സമാധാനം സ്വസ്ഥതയും കിട്ടണം. അത് ഞാനും എൻ്റെ മകനും കാരണം എൻ്റെ നിധിമോൾക്ക് ആ സുഖം ഇല്ലാതാവാൻ പാടില്ല എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് വസുന്ധര പറഞ്ഞ പ്രകാരം ചന്ദ്ര ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത്. അങ്ങനെ പാറു പറയാണ് നിധിയോട്, നീ നിൻ്റെ അമ്മയ്ക്കൊന്ന് വിളിച്ചു നോക്ക്, അമ്മ അമ്പലത്തിൽ വന്നിട്ടുണ്ടോ എന്ന് അറിയാം. അങ്ങനെ നിധി ചന്ദ്രയുടെ ഫോണിലേക്ക് അങ്ങ് വിളിക്കാൻ കേട്ടോ. അപ്പോഴത്തേക്കും ചന്ദ്ര കുറച്ച് ദൂരെ മാറി നിന്നിട്ട് നിധിയുടെ ഫോൺ അങ്ങ് എടുക്കുകയാണ്. എന്നിട്ട് അമ്മ അമ്പലത്തിലേക്ക് എങ്ങാനും വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല മോളെ, ഞാനിവിടെ പാചകമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മയുടെ അസുഖം എങ്ങനെയുണ്ട്, ശ്വാസമുട്ടൊക്കെ കുറവുണ്ടോ എന്നൊക്കെ ചോദിച്ചറിയാൻ കേട്ടോ നിധി. അപ്പോഴൊക്കെ കരഞ്ഞുകൊണ്ട് തന്നെ ചന്ദ്രി മിണ്ടാതെ അങ്ങനെ ഫോണിൽ കേട്ടുകൊണ്ട് നിൽക്കുമ്പോൾ, എന്താ അമ്മ ഒന്നും മിണ്ടാത്ത? ഒന്നുമില്ല, ഞാനിവിടെ പാചകം ചെയ്യുകയല്ലേ, അപ്പോൾ അതിൽ ശ്രദ്ധിച്ചു പോയതാണ് എന്നൊക്കെ പറയുമ്പോൾ നിധി പറയാണ്, അമ്മയുടെ ഈ കഷ്ടപ്പാടുകളൊക്കെ ഇന്നത്തേക്ക് കൂടിയുള്ളൂ. അത് കഴിഞ്ഞാൽ നാളെ തന്നെ അമ്മയെ ഞാനും ഗൗതം സാറും കൂടി വീട്ടിൽ വന്ന് കൂട്ടിക്കൊണ്ടുപോകും എന്നൊക്കെ അങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ അതൊക്കെ കേൾക്കുമ്പോൾ ചന്ദ്രി അങ്ങനെ പൊട്ടിക്കരയുന്നുണ്ട്. നിധിയോട് സത്യം പറയാനാവാതെ ചന്ദ്രി ആ ശരി എന്നൊക്കെ പറഞ്ഞ ശേഷം ഫോൺ അങ്ങ് വെക്കാൻ കേട്ടോ. എന്നിട്ട് പാറുവും നിധിയും കൂടി അവിടെ നിന്ന് അങ്ങ് പോവാണ്. അങ്ങനെ ചന്ദ്രി ഇവർ പോകുന്നതെല്ലാം തന്നെ സങ്കടപ്പെട്ടുകൊണ്ട് തന്നെ കണ്ടുകൊണ്ട് നിൽക്കാൻ കേട്ടോ. എന്നിട്ട് ചന്ദ്രി നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ വീട്ടിലെത്തിയിട്ട് സങ്കടപ്പെട്ട് ഇങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ അവിടേക്ക് അശോകം വരികയാണ് കേട്ടോ. അശോകം വന്നിട്ട് ചന്ദ്രയ്ക്ക്, നീ നാളെ നിധിയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ വെറും കൈയോടെ പോവേണ്ട, ഞാൻ കുറച്ച് സ്വീറ്റ്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്, ഇതൊക്കെ നീ ഒന്ന് തിന്ന് നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രയ്ക്ക് കൊടുക്കുമ്പോൾ, എനിക്കൊന്നും വേണ്ട ഏട്ടാ, നീ തിന്ന് നോക്ക് എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിക്കുകയാണ് കേട്ടോ. അവിടെ വെച്ചേക്ക് എന്നൊക്കെ നിരാശയോട് കൂടിയിട്ട് തന്നെയാണ് ചന്ദ്രി അതൊക്കെ ഇങ്ങനെ കേട്ടിട്ട് മറുപടി പറയുന്നത്. അങ്ങനെ അശോകൻ ചോദിക്കുക, എന്താ നിനക്ക് വെയ്യ, നിനക്ക് എന്താ നല്ല ടെൻഷൻ ഉണ്ടല്ലോ എന്നങ്ങ് ചോദിക്കുമ്പോൾ അപ്പോഴും ചന്ദ്രി ഒന്നും മിണ്ടാതെ ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അശോകൻ പറയാണ്, എനിക്കറിയാം നിനക്ക് ഈ വീട് വിട്ടു പോകുമ്പോൾ നന്നായിട്ട് തന്നെ സങ്കടം വരുമെന്ന് എനിക്കറിയാം. കാരണം നീ എൻ്റെ പുറകെ ഏട്ടാ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് നടക്കുന്നതാണ്. നീ എനിക്ക് ഒരു അച്ഛൻ്റെ സ്ഥാനമാണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് നിനക്ക് എന്നെ വിട്ടു പോകുമ്പോൾ സങ്കടമൊക്കെ ഉണ്ടാവും. രേണുകയുടെ കുത്തുവാക്കിൽ നിന്നും നിനക്ക് രക്ഷപ്പെടാലോ. നിധിയുടെ വീട്ടിൽ പോയി നീ സന്തോഷമായിട്ട് ജീവിക്കണം. നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഈ വീട്ടിലേക്ക് കയറി വരാം. ഈ ഏട്ടനുള്ളിടത്തോളം കാലം. പിന്നെ ഈ ഏട്ടനും നിന്നെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് അവിടേക്ക് വരികയും ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് അവർ സംസാരിക്കുമ്പോഴാവും അവിടേക്ക് രേണുക അങ്ങ് കേട്ടോണ്ട് വരികയാണ് കേട്ടോ. അപ്പോൾ രേണുക മനസ്സിൽ കരുതിയിട്ടാണ് വരുന്നത്, വസുന്ധര നല്ലൊരു പണി കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഒരിക്കലും ഇവിടുന്ന് പോവില്ല എന്നുള്ള മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ രേണുക വന്നിട്ട്, എന്താ ഇവിടെ ഒരു പ്രശ്നം എന്നങ്ങ് ചോദിക്കുമ്പോൾ അശോകൻ പറയാണ്, കണ്ടില്ലേ ഇവിടുന്ന് പോകുന്നതിൻ്റെ വിഷമം നന്നായിട്ട് തന്നെ ചന്ദ്രയ്ക്കുണ്ട് എന്ന് പറയുമ്പോൾ രേണുക പറയാണ് ഒന്നും അറിയാത്ത ഭാവത്തിൽ, അതിനെന്താ, നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഈ വീട്ടിലേക്ക് വരാലോ. ഇപ്പം നീ സന്തോഷത്തോടു കൂടി നീയും നിൻ്റെ മകനും നിധിയുടെ വീട്ടിൽ പോയി താമസിക്കും. ഇത് നിനക്ക് ദൈവം തന്ന സൗഭാഗ്യമാണ്. അതുകൊണ്ട് സന്തോഷത്തോടു കൂടി തന്നെ നീ നിധിയുടെ വീട്ടിൽ പോയി താമസിച്ചോ. പിന്നെ ദീപാവലിയും വിശേഷങ്ങളൊക്കെ വരുന്ന സമയത്ത് നിനക്ക് ഇവിടേക്ക് വരാലോ. ഇവിടേക്ക് വരുമ്പോൾ ആരും വരണ്ട എന്നൊന്നും പറയില്ല. നീ ഇപ്പോൾ നിധിയുടെ വീട്ടിൽ പോയി സന്തോഷമായിട്ട് ജീവിച്ചോ എന്നൊക്കെ രേണു മനസ്സിൽ ദുരുദ്ദേശം വെച്ചിട്ട് തന്നെ അങ്ങ് പറയാൻ കേട്ടോ. നല്ല പിള്ള ചമഞ്ഞിട്ട് അങ്ങ് തന്നെയാണ് പറയുന്നത്. രേണുകയുടെ ഈ സംസാരം കേൾക്കുമ്പോൾ അശോകനും ചന്ദ്രിയും നിഖിലും ഒക്കെ ആകെ അതിശയിച്ച് നിൽക്കുകയാണ് കേട്ടോ. എന്തു പറ്റി ഈ അപ്പച്ചിക്ക് ഇത്രയും പെട്ടെന്നൊരു സ്നേഹം വരാൻ എന്നുള്ള ഭാവത്തിൽ. അങ്ങനെ രേണുക പറയാണ്, എന്താ നീ ഇങ്ങനെ തന്നെ ഇരിക്കും, നീ എന്താ പഴയ സാരിയൊക്കെ എടുത്തോണ്ടാണോ ഇവിടെ ഇരിക്കുന്നത്? ഇതാ വരുന്നു, ഞാൻ ഇപ്പോൾ വരാമെന്നും പറഞ്ഞിട്ട് രേണുക നേരെ റൂമിലേക്ക് അങ്ങ് പോവാണ് കേട്ടോ. എന്നിട്ട് രേണുകയുടെ റൂമിൽ നിന്നും കുറച്ച് സാരി അങ്ങ് എടുക്കാൻ കേട്ടോ. എന്നിട്ട് രേണുക മനസ്സിൽ കരുതാണ്, എന്തായാലും അവൾ ഇവിടുന്ന് പോവില്ല, പക്ഷേ എൻ്റെ ഭർത്താവിൻ്റെ മുന്നിൽ ഞാനൊരു നല്ലവളാണെന്നുള്ളത് തെളിയിച്ചു കൊടുക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തേ പറ്റൂ. അതുകൊണ്ട് ഏതായാലും ഈ സാരികളൊക്കെ എനിക്ക് തന്നെ തിരിച്ചു കിട്ടും. അപ്പോൾ എൻ്റെ ഭർത്താവ് അങ്ങ് വിശ്വസിച്ചോളും, ഇവള് നല്ല സ്വഭാവമുള്ളവളാണെന്ന് അങ്ങ് വിശ്വസിച്ചോളും. അതിന് ഇങ്ങനെ ഒരു ഐഡിയ തന്നെ ചെയ്യണമെന്നും പറഞ്ഞിട്ട് രേണുക നേരെ അവരുടെ മുന്നിലേക്ക് അങ്ങ് ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് ചന്ദ്രയോട് പറയണേ, ഇതാ നോക്ക്, നീ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന സാരിയൊക്കെ ആകെ മുഷിഞ്ഞ സാരികളാണ്. അതുകൊണ്ട് ഇനി ഇപ്പോൾ ഈ സാരികളൊക്കെ എടുത്തുകൊണ്ട് മതി അവിടേക്ക് പോലും. അവരൊരു പണക്കാരാണ്, അവരുടെ വീട്ടിൽ ഒരുപാട് ഗസ്റ്റുകളൊക്കെ വരും. അപ്പോൾ നീ ഇങ്ങനെ മുഷിഞ്ഞ സാരിയൊക്കെ എടുത്ത് നിൽക്കുന്നത് അത് ശരിയല്ല. അതുകൊണ്ട് ഞാൻ ഇതൊന്നും ഉപയോഗിക്കാത്ത സാരികളാണ്. പിന്നെ ഇത് ഒരു തവണ
ധാവണിയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഇതാണെങ്കിലോ ഞാൻ ശിവാനിയുടെ കല്യാണത്തിന് വേണ്ടി എടുത്തതാണ്. പക്ഷേ ഈ സാരി എനിക്ക് കാണുമ്പോൾ ആ കല്യാണവും ശിവാനിയൊക്കെ ഓർമ്മ വരും. അതുകൊണ്ട് ഇവിടെ വെക്കാനും വയ്യ. അതുകൊണ്ട് നീ കൊണ്ടുപോയിക്കോ. എന്നിട്ട് ഇത് മതി അവിടെ പോയിട്ട് നീ ഉടുക്കലും എല്ലാം തന്നെ. എന്നാലാണ് നിനക്കും ഒരു വെയിറ്റൊക്കെ ഉണ്ടാവുള്ളൂ. മറ്റത് നീ ഉപയോഗിക്കുന്ന സാരിയൊക്കെ ആകെ മുഷിഞ്ഞ് നാറിയതാണ് എന്നൊക്കെ പറഞ്ഞങ്ങ് അഭിനയിക്കാൻ കേട്ടോ രേണുക. അപ്പോൾ ചന്ദ്രി പറയാണ് എനിക്കിതൊന്നും വേണ്ട ഏട്ടത്തി എന്നങ്ങ് പറയും. അശോകൻ പറയണേ എന്താ നീ അങ്ങനെ പറയുന്നത് ചന്ദ്രി? രേണുക നിനക്ക് മനസ്സറിഞ്ഞിട്ടല്ലേ തരുന്നത്, അത് നീ വാങ്ങിച്ചോ. വേണ്ട ഏട്ടാ എനിക്കിത് വേണ്ട, എൻ്റെ കയ്യിലുള്ള സാരിയൊക്കെ മതി, എനിക്കത് തന്നെ ധാരാളമാണ് എന്ന് പറയുമ്പോൾ നിഖിൽ വന്നിട്ട് പറയണം അമ്മ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, ഏട്ടത്തി ഇപ്പോൾ വരും, ഏട്ടത്തി എന്നെ ഫോൺ വിളിച്ചിരുന്നു, അപ്പോൾ റെഡി ആവേണ്ടേ, എന്താ അമ്മയ്ക്ക് ഇങ്ങനെ വിഷമമായിട്ട് ഇരിക്കുന്നത് എന്നൊക്കെ ചോദിക്കേണ്ട. അപ്പോൾ അശോകൻ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി, എന്താ നിനക്ക് അസുഖം വല്ലതും ഉണ്ടോ എന്നങ്ങ് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, എനിക്ക് കുറച്ച് നേരം തനിച്ചിരുന്ന എൻ്റെ എല്ലാ പ്രശ്നവും മാറും, എങ്കിൽ നീ എന്നാ റൂമിൽ പോയി റെസ്റ്റ് എടുക്കുക എന്നും ചന്ദ്രയെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാൻ അശോകൻ നിഖിലിനോട് അങ്ങ് പറയാണ്. അപ്പോൾ അശോകൻ മനസ്സിൽ കരുതുന്നുണ്ട് എന്ത് പറ്റിയാണാവോ ചന്ദ്രയ്ക്ക്, അവൾ നല്ല വിഷമത്തിലാണ്, എന്താ സംഭവമാണാവോ എന്നൊക്കെ അങ്ങനെ ചിന്തിക്കണം. അങ്ങനെ റൂമിലേക്ക് കയറിയ ചന്ദ്ര പിന്നീട് കഥക് അങ്ങ് കുറ്റിയിട്ട് വസുന്ധര പറഞ്ഞ വാക്കുകളൊക്കെ അങ്ങനെ ആലോചിക്കാനായിട്ട് അവിടേക്ക് വരാൻ പാടില്ല എന്നുള്ളതും നിധിക്ക് പിന്നീട് ഒരു സമാധാനവും സ്വസ്ഥതയും കൊടുക്കില്ല, നിധിയെയും ഗൗതമിനെയും ഞാൻ പിരിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞ വാക്കുകളൊക്കെ ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കുകയുണ്ട്. അങ്ങനെ വീണ്ടും നിധിയെക്കുറിച്ചും കൂടി ആലോചിക്കുകയാണ്. നിധി ഫോൺ വിളിച്ച് അമ്മയെ കൂട്ടിക്കൊണ്ടുവരാൻ എത്രയും പെട്ടെന്ന് ഞങ്ങൾ അവിടേക്ക് വരും എന്ന് പറഞ്ഞതും എല്ലാം ചന്ദ്ര ഇങ്ങനെ ആലോചിക്കുകയാണ്, വിഷമിച്ചുകൊണ്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ഈ സമയത്ത് രേണുകയാണെങ്കിലോ മനസ്സിൽ കരുതുന്നുണ്ട് നീ അങ്ങനെ സങ്കടപ്പെടടി, നീ ഒരിക്കലും അവളുടെ വീട്ടിലേക്ക് പോവില്ല, ഇവിടെ ഇട്ട് നിന്നെ ഞാൻ കഷ്ടപ്പെടുത്തുക തന്നെ ചെയ്യും, നിന്നെ വസുന്ധര നന്നായിട്ട് തന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ മനസ്സിലായി, പക്ഷേ നിനക്ക് ആ സത്യം ആരോടും തുറന്ന് പറയാനും കഴിയില്ല, നിനക്കുള്ള പണിയൊക്കെ ഞാൻ ഇനി തരാൻ പോകുന്നതേ ഉള്ളൂ, വസുന്ധരയാണെങ്കിലോ അവിടെ നിന്റെ മകൾക്കുള്ള പണിയും കൊടുക്കും, നിന്റെ മകൾ അധിക കാലം ഒന്നും അവിടെ ഗൗതമിൻ്റെ വീട്ടിൽ വാഴുകയില്ലടി എന്നൊക്കെ അങ്ങനെ മനസ്സിലിങ്ങനെ രേണുക ഇങ്ങനെ ചിന്തിച്ചു കൂട്ടാണ്. ഈ സമയം നിധിയാണെങ്കിലോ അമ്മയും അനിയനും വീട്ടിലേക്ക് വരിക എന്നുള്ള സന്തോഷത്തിൽ പായസമൊക്കെ ഉണ്ടാക്കാൻ കേട്ടോ. അങ്ങനെ പായസമൊക്കെ ഉണ്ടാക്കുന്നത് കണ്ട് പാറു വരും, എന്താ സ്പെഷ്യൽ ഉണ്ടാക്കുന്നുണ്ടല്ലോ നിധി, അമ്മ വരുന്നത് കൊണ്ടാണോ? അതെ ഞാനിന്ന് കുറച്ച് പായസം ഉണ്ടാക്കുകയാണ്, എങ്കിൽ ആദ്യം എനിക്ക് തന്നെ ടേസ്റ്റ് ചെയ്യാൻ തരണം കേട്ടോ എന്നൊക്കെ പാറു പറയുമ്പോൾ അതിനെന്താ അമ്മയ്ക്ക് തന്നെയാണ് ആദ്യം തരികയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പായസം ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം പാറുവിനൊക്കെ അങ്ങ് കൊണ്ടു കൊടുക്കാൻ കേട്ടോ. ആ സമയത്താവും വസുന്ധരയെ അങ്ങ് കാണാൻ. അങ്ങനെ വസുന്ധരയ്ക്കും കൂടി നിധി പായസം കൊണ്ടു കൊടുക്കണം. എന്നിട്ട് ഇതാ വസുന്ധര അമ്മ ഈ പായസം അങ്ങ് കുടിച്ചേക്ക് എന്ന് പറയും. അതെന്താടി നീ എന്നെ സോപ്പിടാൻ വേണ്ടി കൊണ്ടുവന്നതാണോ? ഇവിടേക്ക് ഈ വീട്ടിലേക്ക് വന്ന് കയറിയ ശേഷം നീ എന്നെ സോപ്പിട്ട് കളയാൻ വേണ്ടിയിട്ടാണോ ഈ പായസമൊക്കെ ഉണ്ടാക്കി എനിക്ക് അതൊന്നും അല്ല അമ്മ എന്നങ്ങ് പറയും. അമ്മയോ എങ്ങനെയാടി ഞാൻ നിൻ്റെ അമ്മയാവുന്നത്, നിന്നെ പ്രസവിച്ചത് ഞാനല്ലല്ലോ, പിന്നെ ഏത് വകയിലാണ് ഞാൻ നിൻ്റെ അമ്മയാകുന്നത്? അങ്ങനെ ഓരോന്ന് പറഞ്ഞ് വസുന്ധര നിധിയുടെ മെക്കിട്ട് കയറാൻ വേണ്ടി നിൽക്കുന്ന സമയത്താവും അവിടേക്ക് പാറു അങ്ങ് വരികയാണ് കേട്ടോ. എന്നിട്ട് പാറു പറയണേ നിധി നല്ലതായിട്ട് തന്നെ അടിപൊളി പായസമായിട്ടുണ്ട്, ഇതിലെന്താണ് സ്പെഷ്യലായിട്ട് നീ ചേർത്തത് എന്നങ്ങ് ചോദിക്കുമ്പോൾ നിധി കണ്ണുകൊണ്ട് അങ്ങ് കാണിക്കാൻ കേട്ടോ. അതാ നോക്ക് വസുന്ധര മേഡം വന്നിട്ടുണ്ട് എന്നുള്ള ഭാവത്തിൽ കേട്ടോ. അങ്ങനെ പാറു പെട്ടെന്ന് വസുന്ധരയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. അപ്പോൾ വസുന്ധര പറയണേ ഈ പായസമൊക്കെ കുടിച്ച് പരിസരമില്ലാതെ ഏട്ടത്തി ഇങ്ങനെ സംസാരിക്കുന്നതിലും ഭേദം ആദ്യം ഇവൾക്ക് ഈ വീട്ടിലുള്ളവരെ എങ്ങനെയാണ് ബഹുമാനിക്കേണ്ടത് എന്നുള്ളതും എന്താണ് ഓരോരുത്തരെ വിളിക്കേണ്ടതും എന്നുള്ളതൊക്കെ പഠിപ്പിച്ചു കൊടുക്ക്. ഇവൾ എന്നെ അമ്മ എന്ന് വിളിച്ചത്, ഞാൻ എന്താ ഇവളെ പ്രസവിച്ചിട്ടുണ്ടോ എന്നെ അമ്മ എന്ന് വിളിക്കാൻ? എന്താ വസുന്ധര നീ ഈ പറയുന്നത്? ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബഹുമാന സൂചകമായ വാക്ക് അമ്മ എന്നാണ്. അങ്ങനെ ഒരു ബഹുമാന സൂചകമായ വാക്ക് വിളിച്ചിട്ടല്ലേ നിന്നെ ആ നിധി വിളിച്ചത്, അതിലെന്താണ് തെറ്റിയിരിക്കുന്നത്? അത് ശരി, ഏട്ടത്തി എന്താ ഈ പറയുന്നത്? പിച്ചക്കാർ വരെ അമ്മ എന്നാണ് വിളിക്കുന്നത്, അപ്പോൾ അവർ അങ്ങനെ അമ്മ എന്ന് വിളിക്കുന്നത് കൊണ്ട് ഈ സ്വത്തുക്കളെല്ലാം തന്നെ അവർക്ക് അങ്ങ് എടുത്തു കൊടുത്താൽ മതിയോ? അത്രയും ബഹുമാനത്തിൽ എന്നെ വിളിക്കുന്നത് കൊണ്ട് എന്താ ഏട്ടത്തി ഓരോന്ന് പറയുന്നത്? അപ്പോൾ നിധിക്ക് അങ്ങ് ദേഷ്യം വരികയാണ്. സോറി, ഞാൻ നിങ്ങളെ അമ്മ എന്ന് വിളിച്ചതിൽ തെറ്റ് തന്നെയാണ്, എൻ്റെ അടുത്താണ് അതിൻ്റെ മിസ്റ്റേക്ക് വന്നത്. ഗൗതം സാർ നിങ്ങളെ അമ്മ എന്ന് വിളിക്കുന്നത് കൊണ്ടാണ് ഞാനും അമ്മ എന്ന് വിളിച്ചത്. ഇനി ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു അബദ്ധം കാണിക്കുകയില്ല, എൻ്റെ അടുത്താണ് മിസ്റ്റേക്ക് വന്നത്, അതുകൊണ്ട് സോറി എന്നൊക്കെ നിധി വീണ്ടും അങ്ങ് പറയാണ്. അപ്പോൾ വസുന്ധര അങ്ങ് പറയാണ്, ഒരു കാര്യം ഓർമ്മയിൽ വെച്ചോ, ഈ വീട്ടിൽ നിന്റെ സ്ഥാനം എന്താണെന്നുള്ളത് നീ എപ്പോഴും ഓർമ്മയിൽ ഉണ്ടാവണം. നിന്റെ സ്ഥാനവും നിന്റെ പൊസിഷനും എല്ലാം തന്നെ നിനക്ക് നന്നായിട്ട് തന്നെ അറിയുന്നതല്ലേ, അതുകൊണ്ട് ഈ വീട്ടിലുള്ളവരോട് എങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടത് എന്നുള്ളത് കൂടി നീ ഓർമ്മയിൽ വെച്ചേക്കണം എന്നൊക്കെ പറഞ്ഞങ്ങ് ഭീഷണി സ്വരത്തിൽ വസുന്ധര പറയുമ്പോൾ നിധി പറയണേ ശരി, ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് ഈ പായസം അങ്ങ് കുടിച്ചുകൂടെ എന്ന് ചോദിക്കുമ്പോൾ നീ ഉണ്ടാക്കിയ പായസം
പായസമല്ലേ, ഇത് പായസമാവില്ല, ഇതിൽ പോയിസമാണ് ഉണ്ടാവുക, അതുകൊണ്ട് എനിക്കിത് വേണ്ട, നീ ഇതിൽ വിഷം കലർത്തിയിട്ടുണ്ടോ എന്ന് പോലും പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വസുന്ധര അങ്ങ് ചൂടാവുണ്ട്. അത് കേൾക്കുമ്പോൾ നിധിക്ക് ഇങ്ങനെ ദേഷ്യം വരുന്നുണ്ട്. പക്ഷേ നിധി ഒന്നും പറയാതെ അങ്ങ് ക്ഷമിച്ചുകൊണ്ട് നിൽക്കാൻ കേട്ടോ. എന്നിട്ട് പറഞ്ഞു, നീ എൻ്റെ കണ്ണിൻ്റെ മുന്നിലേക്കൊന്നും വന്ന് കളയരുത്, നിന്നെ എനിക്ക് കാണുന്നത് തന്നെ ദേഷ്യമാണ്, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോവാൻ വേണ്ടി നോക്ക് എന്ന് പറഞ്ഞിട്ട് വസുന്ധര നിധിയോട് അങ്ങ് ചൂടാവുമ്പോൾ അപ്പോഴാവും അവിടേക്ക് ഗൗതം അങ്ങ് വരികയാണ് കേട്ടോ. പാറു എന്നങ്ങ് വിളിച്ചിട്ട് വരികയാണ്. ഈ പായസം അടിപൊളിയായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്, ഞാനിത് രണ്ടാമത്തെ തവണയാണ് ഇപ്പോൾ കുടിക്കുന്നത്, അടിപൊളിയായിട്ടുണ്ട് നിധി, ഈ പായസത്തിൻ്റെ ടേസ്റ്റ് പറയാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ വരുന്നത്. അങ്ങനെ പാറുവും നിധിയും കണ്ണുകൊണ്ട് അങ്ങ് കാണിക്കുകയാണ്. അത് കണ്ടില്ലേ അപ്പുറത്ത് വസുന്ധര നിൽക്കുന്നത് എന്നങ്ങ് പറയണം. അങ്ങനെ പെട്ടെന്ന് തന്നെ ഗൗതമിൻ്റെ കണ്ണിൽ വസുന്ധരയെ കാണുന്നില്ല കേട്ടോ. വസുന്ധരയോട് ഒരു മൈൻഡും ചെയ്യാതെ പായസത്തിൻ്റെ മഹിമയെക്കുറിച്ച് ഇങ്ങ് പറഞ്ഞുകൊണ്ടാണ് ഗൗതം വരുന്നത്. അങ്ങനെ ദേഷ്യത്തോടു കൂടി വസുന്ധര ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കാൻ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഗൗതം അങ്ങ് തിരിഞ്ഞിട്ട്, അമ്മ പായസം അടിപൊളിയായിട്ടുണ്ട് എന്നൊക്കെ അങ്ങ് വിക്കി അങ്ങ് ഗൗതം അങ്ങ് പറയാണ് വസുന്ധരയോട്. അപ്പോഴത്തേക്കും അവിടേക്ക് പ്രണവ് കൂടി പായസത്തിൻ്റെ മഹിമ പറഞ്ഞുകൊണ്ട് വരികയാണ് കേട്ടോ. അപ്പോൾ വസുന്ധര അവിടെ നിൽക്കുന്നത് പ്രണവും കാണുന്നില്ല. എന്നിട്ട് ഏട്ടത്തി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പായസത്തിന് എന്ന് പറയാണ്. അപ്പോൾ വസുന്ധരയ്ക്ക് ഇങ്ങനെ ദേഷ്യം ഇങ്ങനെ വരികയാണ് കേട്ടോ. അങ്ങനെ പ്രണവ് പെട്ടെന്ന് തിരിയുന്ന സമയത്ത് വസുന്ധരയെ കാണുമ്പോൾ പ്രണവ് ഒന്നങ്ങ് പതറി പോവാണ്. അപ്പോഴത്തേക്കും യാമിനിയും പായസത്തിൻ്റെ മഹിമ പറഞ്ഞുകൊണ്ട് തന്നെയാണ് കേട്ടോ വരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട് ഏട്ടത്തി എന്ന് പറയാണ്. അങ്ങനെ യാമിനിയും വസുന്ധരയെ കാണുന്നില്ല. അങ്ങനെ പെട്ടെന്ന് വസുന്ധരയെ കാണുമ്പോൾ യാമിനിയും ആകെ അങ്ങ് പതറി പോവാണ്. അപ്പോഴത്തേക്കും അവിടേക്ക് ഗോപിനാഥ് കൂടി പായസത്തിൻ്റെ ടേസ്റ്റിനെ കുറിച്ച് അങ്ങ് വളർമ്മ പറയാൻ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അതിനെക്കുറിച്ച് പറഞ്ഞതോടുകൂടി വസുന്ധരയെ അങ്ങ് കാണുകയാണ് ഗോപിനാഥ്. അപ്പോൾ ഗോപിനാഥ് ആകെ അങ്ങ് പതറി പോവാൻ കേട്ടോ. അപ്പോൾ ഗോപിനാഥ് വസുന്ധരയെ കാണാതെയാണ് പറയുന്നത്, പായസം നല്ല ടേസ്റ്റ് ഉണ്ട്, 30 വർഷത്തിന് ശേഷമാണ് ഇത്രയും ടേസ്റ്റുള്ള പായസം ഞാനിപ്പോൾ കഴിക്കുന്നത് എന്നങ്ങ് പറയാണ്. അപ്പോഴത്തേക്കും വസുന്ധരയ്ക്ക് നന്നായിട്ട് തന്നെ പായസത്തിൻ്റെ മഹിമ നിധിയെക്കുറിച്ചാണ് ഈ പറയുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് ദേഷ്യപ്പെടാൻ കേട്ടോ. നിങ്ങളൊക്കെ എന്തറിഞ്ഞും കൊണ്ട് ഇവളുടെ വളർമ്മ ഇങ്ങനെ പറയുന്നതും ഇവളെ തലയിൽ കയറ്റി വെച്ചിരിക്കുന്നതും പിന്നീട് ഇവളെക്കുറിച്ച് ഓർത്ത് നിങ്ങൾക്ക് സങ്കടപ്പെടേണ്ടി വരിക മാത്രമാണ് ചെയ്യുക. അങ്ങനെ വസുന്ധരയുടെ ഈ സംസാരം കേൾക്കുമ്പോൾ പിന്നെ അവിടെ ആരും അങ്ങ് നിൽക്കില്ല കേട്ടോ. എല്ലാവരും പിന്നെ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. അപ്പോൾ നിധിയും വസുന്ധരയും മാത്രം ആവാൻ കേട്ടോ. അങ്ങനെ വസുന്ധരയോട് നിധി പറയാണ്, ഞാൻ ഈ വീട്ടിലെ എല്ലാവർക്കും മുതിർന്നവർക്ക് എല്ലാവർക്കും തന്നെ പായസം കൊടുത്തു, അതേപോലെ ഞാൻ വസുന്ധര മേഡത്തിന് തരാൻ വേണ്ടി തന്നെയാണ് ഉദ്ദേശിച്ചത്. പക്ഷേ മനസ്സുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് തരാൻ യാതൊരുവിധ ആഗ്രഹവും ഉണ്ടായിട്ടില്ല. കാരണം നിങ്ങൾക്ക് അതിനുള്ള ഭാഗ്യമില്ല. ഒരു മുതിർന്ന ആളുകൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതാണ് ഈ ഒരു വീട്ടിൽ ഏറ്റവും വലിയ കാര്യം. അത് നിങ്ങൾക്ക് അത് കിട്ടാനുള്ള യോഗവും ഭാഗ്യവും ഇല്ല എന്നൊക്കെ പറയട്ടെ. ഞാനിപ്പോൾ ഈ പായസം ഉണ്ടാക്കിയത് തന്നെ എൻ്റെ അമ്മയും എൻ്റെ അനിയനും ഈ വീട്ടിലേക്ക് വരുന്നുണ്ട്, അതിൻ്റെ സന്തോഷം കൊണ്ടാണ് ഉണ്ടാക്കിയത് എന്ന് പറയുമ്പോൾ വസുന്ധര പറയാണ്, അത് നമുക്ക് വഴിയെ കാണാം, നിൻ്റെ അമ്മയും നിൻ്റെ അനിയനും ഈ വീട്ടിലേക്ക് വരുന്ന സന്തോഷത്തിനാണോ നീ ഈ പായസം ഉണ്ടാക്കുന്നത്, എന്നാൽ നമുക്കതൊന്ന് കാണണം, നിൻ്റെ ഈ സന്തോഷം എത്ര നേരം ഉണ്ടാകുമെന്നുള്ളതേ നമുക്കൊന്ന് കണ്ടു തന്നെ അറിയാം എന്നൊക്കെ ഇങ്ങനെ കുത്തും മുനയും വെച്ചിട്ട് തന്നെയാണ് കേട്ടോ വസുന്ധര നിധിയോട് പറയുന്നത്. എന്നിട്ട് വസുന്ധര അവിടെ നിന്ന് അങ്ങ് പോവാണ്. അപ്പോൾ നിധിക്ക് വസുന്ധരയുടെ സംസാരത്തിൽ ഒരു സംശയം തോന്നാണ്, എന്താ ഇവരിങ്ങനെ പറയുന്നത് എന്നുള്ള ഭാവത്തിൽ കേട്ടോ. അങ്ങനെയുള്ളൊരു എപ്പിസോഡാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത്.